നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും അരുൺടെക്സ്റ്റുഡിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടാം ഘട്ടം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നവംബർ 19 നടക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് സംസ്ഥാന വ്യാപകമായി PSC തയ്യാറാക്കിയിരിക്കുന്നത് 799 പരീക്ഷാ കേന്ദ്രങ്ങളാണ്. 1,78,463 പേരാണ് എക്സാമിനേഷന് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. ഹാൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മൂന്നാം ഘട്ട പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ 10-നാണ്. 1,78,459 പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. ഹാൾ ടിക്കറ്റ് നവംബർ 26 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട പ്രിലിംസ് എക്സാമിനേഷന് ചില പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നവംബർ 19 രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് പാലക്കാട് ജില്ലയിൽ പരീക്ഷ എഴുതേണ്ട ചില ഉദ്യോഗാർത്ഥികളുടെ സെൻറ്ററിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. സെൻറ്റർ നമ്പർ 2587 ഗവൺമെൻറ് HSS ചാലിശ്ശേരി. സെൻറ്റർ 1-ൽ ഉൾപ്പെട്ടിരിക്കുന്ന രജിസ്റ്റർ നമ്പർ ഇങ്ങനെയാണ് വരുന്നത്: 4,27,940 മുതൽ 4,28,139 വരെയുള്ളവർ GHSS പട്ടാമ്പി സെൻറ്ററിലും, അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ 2588 ഗവൺമെൻറ് HSS ചാലിശ്ശേരി സെൻറ്റർ 2-ൽ ഉൾപ്പെട്ടിരിക്കുന്ന രജിസ്റ്റർ നമ്പർ 4,28,140 മുതൽ 4,28,339 വരെയുള്ളവർ GHS പട്ടാമ്പി സെൻറ്റർ 2-ലും പഴയ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് വന്ന് പരീക്ഷ എഴുതേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു അപ്ഡേഷൻ കൂടെ നോക്കാം. ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയവർ എത്ര പേരാണ്, അല്ലെങ്കിൽ ഒന്നാം ഘട്ട ഡിഗ്രി എക്സാമിനേഷൻ പ്രിലിംസ് എക്സാമിനേഷൻ എഴുതിയവർ എത്ര ശതമാനം പേരാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒക്ടോബർ 22-നാണ് ഒന്നാം ഘട്ട ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നിരുന്നത്. അതിൻ്റെ ശതമാനം കണക്ക് വരുന്നത്, എക്സാമിനേഷൻ എഴുതിയ ശതമാനം കണക്ക് വരുന്നത് 68% പേരാണ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്. 1,78,468 പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. എന്നാൽ എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത് 1,21,207 പേരാണ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.